തന്നെ ഏൽപ്പിച്ച മഹത്വകരമായ വേല ദഹിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിച്ചു. ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവദാസൻ അതിനായി ശ്രമിച്ചു. തൻ്റെ ജീവിതം ഇരിഞ്ഞൊടുങ്ങും വരെ അതിനായി അദ്ദേഹം ഓടി. ദമസ്കോസിൻ്റെ പടിവാതിൽ ആരംഭിച്ച വേല നീറോ ചക്രവർത്തിയുടെ വാളിനാൽ അവസാനിക്കും വരെ ജീവനെ വിലയേറിയതായി എണ്ണാതെ കർത്താവിനായി കഷ്ടം സഹിച്ചു. ഇങ്ങനെയുള്ള അനേകരെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 9:16 മിഷണറിയും പരിവേഷകനുമായിരുന്ന ഡേവിഡ്സനെ പറ്റി കേട്ടില്ലാത്തവർ ചുരുക്കമാണ്. അന്ധകാര ഭൂഖണ്ഡമായ ആഫ്രിക്കയിലെ വനാന്തരങ്ങൾ കൂടി കടന്ന് നദികളും തടാകങ്ങളും അദ്ദേഹം കണ്ടെത്തി. പല ഭൂവിവരങ്ങളെപ്പറ്റി ബാഹ്യലോകത്തിന് അറിവുകൊടുത്ത സഞ്ചാരിയും അടിമക്കച്ചവടത്തിനെതിരെ ധാർമ്മിക പോരാട്ടം നടത്തിയ വിപ്ലവകാരിയും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ആഫ്രിക്കയിലെ നീഗരോകളുമായി പങ്കുവച്ച് അവരെ ആധ്യാത്മിക വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ മനുഷ്യസ്നേഹിയുമായിരുന്നു അദ്ദേഹം. ഒരു ദിവസം തൻ്റെ ചെറിയ മുറിയിലിരുന്ന് ജീവിതത്തിൽ ഏത് പദാവ് തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. 2 വഴികളായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. ഒന്ന്, അമേരിക്കയിലെത്തി ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് സേവനം ചെയ്യുകയോ ബിസിനസ് ചെയ്ത് വലിയ സമ്പന്നനാവുകയോ ആയിരുന്നു ഒന്ന്. രണ്ടാമത്തേത് ആഫ്രിക്കയിലെ അപരിഷ്കൃതരും സാധുക്കളുമായ നീഗ്രോകൾക്കിടയിൽ യേശുക്രിസ്തു സുവിശേഷം അറിയിക്കുക എന്നതായിരുന്നു. വളരെ ചിന്തിച്ച ശേഷം കഠിനവും ദുഷ്കരവുമായ രണ്ടാമത്തെ വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എത്രയെത്ര ജീവിതങ്ങളാണ് നിത്യജീവൻ്റെ പാത കണ്ടെത്തിയത്. ആഫ്രിക്കയെ അദ്ദേഹം സ്നേഹിച്ചു. നരഭോജികളെ നരസ്നേഹികളാക്കുവാൻ തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. കഷ്ടതകൾ സഹിച്ചു. വന്യമൃഗത്തിൻ്റെ അക്രമത്താൽ പരിക്കേറ്റു. ഒരു കൈ തളർന്നു. ആ കൈയിൽ മാരകമായ മുറിവ് ഉണ്ടായി. അവസാനം രോഗിയായി തീർന്ന് ആഫ്രിക്കയിലെ കുടലിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ആത്മാവ് നിത്യയിലേക്ക് പറന്നു. തൻ്റെ ആഗ്രഹപ്രകാരം ഹൃദയം എടുത്ത് ആഫ്രിക്കയുടെ മണ്ണിൽ അടക്കം ചെയ്തു. ഭൗതിക ശരീരം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി വെസ്റ്റ്മിൻസ്റ്റർ ദേവാലയത്തിൽ സംസ്കരിച്ചു. ജീവൻ കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടമെന്നാണല്ലോ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ മനോഭാവം നമുക്കും ഉണ്ടാകേണ്ടതാണ്. ഈ ലോകത്തിൽ കോടിക്കണക്കിന് ആളുകളാണ് പാപത്തിൽ മരിച്ച് നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നയിച്ചു പോകുന്ന ജനത്തോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവമക്കളായിരിക്കും നമ്മയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നാം അത് ചെയ്തില്ലെങ്കിൽ ദൈവമുമ്പാകെ നാം കുറ്റക്കാരായിത്തീരും. പലരും ഇന്ന് ചിന്തിക്കുന്നത് ലോകത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പണമാണെന്നാണ്. എന്നാൽ പാപത്തിൻ്റെ ക്രൂരവലയത്തിൽ നിന്നുള്ള മുക്തിയാണ് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഏക പരിഹാരം. സുഖപ്രദമായ ജീവിത സൗകര്യങ്ങളെക്കാളും സമാധാനമാണ് മനുഷ്യന് ആവശ്യമായിരിക്കുന്നത്. സമാധാനമില്ലാതെ ഈ ലോകത്തിൽ എത്രയോ ജീവിതങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചു വരികയാണ്. കൊച്ചുകുട്ടികളടക്കം ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നു. ജീവിതത്തിൽ നിരാശാബോധമാണ് അതിന് കാരണമായിരിക്കുന്നത്. ഇവരെ കർത്താവിലേക്ക് നയിക്കുവാൻ ഓരോ വ്യക്തികളും കടപ്പെട്ടവരാണ്. ദൈവത്തിനായ യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യനാവശ്യമായ സമാധാനം തരുവാൻ കഴിയുകയുള്ളൂ. ദൈവമാണ് സകല പ്രശ്നത്തിനുമുള്ള ഏക പരിഹാരം. അവിടുത്തെ നാമമാണ് മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ ദാനം. അതുകൊണ്ടാണ് ദൈവത്തെ അറിഞ്ഞിട്ടുള്ള നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടത്. ലോകത്തിൽ ധനമാനങ്ങൾ ശാശ്വതമല്ല. ദൈവത്തിന് സമാധാനത്തിനായിട്ട് ശ്രമിക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാനം നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു. ലോകത്തിന് തരുവാൻ സാധിക്കാത്ത സമാധാനമാണ് ദൈവം തരുന്നത്. അതത്രേ ശാശ്വതമായ സമാധാനം.